ഫസ്ലുൻ അൽ ഇഹ്തിജാജു ബിൽ അഹ്കാമി ബിൽ ഖബരി സ്വഹീഹി. വിധി പറയുന്ന കാര്യത്തിൽ സ്വഹീഹ ഹദീസ് കൊണ്ട് ലക്ഷ്യം പിടിക്കുക എന്നത് മുജ്മഉൻ അലൈഹി. ശരിയല്ലേ? അക്കാലത്തും പിൽക്കാലത്തുമുള്ള എല്ലാ മുജ്തഹിദീങ്ങളും ഏകോപിച്ച കാര്യമാണ്, ആർക്കും തർക്കമില്ല. സ്വഹീഹ ഹദീസിന് പറ്റും കറാത്താണോ ഹറാമാണോ സുന്നത്താണോ വിധിക്കാൻ, ഹുക്കും പറയാൻ പറ്റും. കാളിക്ക് കോടതിയിൽ വിധിക്കാനും പറ്റും. അതുപോലെ തന്നെ ഒരു ഇമാമിന് എന്ത് ചെയ്യാൻ പറ്റും, ഫിഖിന്റെ മസല പറയാനും പറ്റും. അതിൽ ഇജ്മാഉണ്ട്. വകദാലിക ഇപ്രകാരം തന്നെ ആ ബിൽ ഹസനി ലിദാത്തിഹി, ഹസനുൽ ദാത്തി കൊണ്ടും ഹുക്കും പറയാൻ പറ്റും. ഇന്ത ആമത്തിൽ ഉലമാ, ആലിമികളുടെ കൂട്ടത്തിൽ നിന്ന് ആമത്തിൻ്റെ അടുക്കലും 90% ആലിമികളും പറഞ്ഞത് ഹസനുൽ ദാത്തി കൊണ്ട് എന്ത് പറ്റും, ഹുക്കും പറയാൻ പറ്റും. വഹുവ മുൽഹക്കും ബി സ്വഹീഹി ഫി ബാബിൽ ഇഹ്തിജാജി, ആയതുകൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റുമെന്ന വിഷയത്തിൽ സഹീഹിനോട് ചേർക്കപ്പെട്ടത് തന്നെയാണ് ഹസനുൽ ദാത്തിയും. പിന്നെ വൈങ്കാൻ ദൂനഹൂഫിൽ മർത്തബത്തി, ഗ്രേഡിൽ കുറച്ച് താഴെയാണെങ്കിൽ തന്നെയും ഹസനുൽ ദാത്തി എന്തിനു പറ്റും, തെളിവിന് പറ്റും. ഇനി വൽ ഹദീസു ലൈഫുൽ ലദീ ബലഗ ബി തഅദ്ദുദ് തുറുഖി മർത്തബത്തുൽ ഹസനി ലി ഗൈരിഹി, ലൈഫ് ഹദീസാവുന്ന എങ്ങനെ ലൈഫ് ഹദീസാണ്, തഅദ്ദുദ് തുറുഖ് കൊണ്ട് അത് ഹസനുൽ ഗൈരിൻ്റെ മർത്തബയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ലൈഫ് ഹദീസ് അയ്ളൻ മുജ്മഉൻ, അതും മുജ്മഉൻ അലൈഹി തന്നെയാണ്. എങ്ങനെ കസർ തുറുഖ് ഇങ്ങനെ ഉണ്ടായിക്കാണ്ട് ആ തരീഖിലും ഈ തരീഖിലും ആ തരീഖിലൊക്കെ കൂടി 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 ഇങ്ങനെ കിട്ടിക്കാണ്ട് എവിടേക്ക് എത്തിക്കണത്, ഹസനുൽ ഗൈരി ആയിക്കണമെങ്കിൽ അതെന്തിനു പറ്റും, തെളിവിന് പറ്റും എന്നുള്ള കാര്യവും മുജ്മഉൻ അലൈഹിയാണ്. പിന്നെ വമസ്തഹറ പ്രസിദ്ധമായ അഭിപ്രായമാവുന്നത് അൽ ഹദീദു ലൈഫു, ലൈഫ ഹദീദ് മുഅ്തബറു ഫി അളാഹിരിൽ അഅമാലി ലാ ഫി ഗൈരിഹ, ഈ അമലിൻ്റെ മഹത്വം പറയുന്നവർക്ക് ബാത്തിന് പണിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞ മസ്തഹറയാവുന്നത്. എങ്ങനെ അമലിൻ്റെ ബദൽ പറയാനേ ഏത് പറ്റുള്ളൂ, ലൈഫ് ഹദീദ് പറ്റുള്ളൂ, അല്ലാത്തതിന് ഇന്നാലിന് അമൽ ചെയ്താൽ ആഖിറത്ത് ഇത്ര കൂലുണ്ട്, ഇന്നാലിന് ദിക്ർ ചൊല്ലിയാൽ ഇത്ര കൂലുണ്ട് എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ. അങ്ങനെ അമലിൻ്റെ ബദൽ പറയുന്ന വിഷയത്തിൽ മാത്രമേ ലൈഫ് ഹദീദ് അമൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞ മസ്തഹറയാവുന്നത് അത് അൽ മുറാദു, അവിടെ ഉദ്ദേശം മുഫ്രദാത്തുഹ, അത് ലൈഫിൻ്റെ ഒറ്റപ്പെട്ട ലൈഫിനെ പറ്റിയാണ്. ലാ മജ്മൂഹ, മജ്മൂനെ പറ്റിയല്ല. കാരണം എന്താരോ നോക്കാം, ലൈഫാണ് അതിൽ വന്നാലും ആര് ലൈഫാണ്, ഇതിൽ കിട്ടി നോക്കുമ്പോൾ അത് അതും ലൈഫാണ്, ഇങ്ങനെ നോക്കുമ്പോൾ അതും ലൈഫാണ്. പക്ഷേ ഒക്കെപാട് കൂട്ടുമ്പോൾ എന്താവും വായിച്ച് മജ്മൂ അല്ല. കാലി അന്ന ഹുദാഹിലും ഫിൽ ഹസനി, കാരണം ഹസനിൽ വരിയിൽ ഏത് പെടും, അങ്ങനെ ത്വരീക്ക് താജുദായ എന്താവും ഹസനാവില്ലേ. അപ്പോൾ പിന്നെ മുഫ്രദാത്തിനെ പറ്റിയാണ് ആ പറ്റൂല എന്ന് പറഞ്ഞത്. ടോട്ടലായി കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേഡിക്ക് കയറി, ഹസൻ്റെ ഗ്രേഡിക്ക് കയറി. ലാഫിൽ ലഈഫി, ലഈഫിലല്ല, ബിയിൽ വിടുക, ഹസനിലാണ് പ്രവേശിക്കുക. സർറഹബിൽ അയിമ്മ, അതൊക്കെ ഞാൻ പറഞ്ഞല്ല, ഇമാമിങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വക്കാലബാലും ചിലർ പറഞ്ഞു ഇൻകാന ലൈഫു, ലൈഫായ ഹദീസ് ആയാൽ മിൻ ജഹത്തി സൂഇ ഹിഫ്ളിൻ, ഈ റിപ്പോർട്ടർക്ക് ഇങ്ങനെ മെമ്മറി പവർ മോശമായതുകൊണ്ടോ, അവിഖ്തിലാത്തിൻ അല്ലെങ്കിൽ ആകെ മുഖ്തലിത്താകുന്നതുകൊണ്ടോ, ഔ തദ്ലീസിൻ അല്ലെങ്കിൽ തദ്ലീസ് കൊണ്ടോ ഒക്കെ ആണെങ്കിൽ, തദ്ലീസാണ് സ്വന്തം ശേഖനെ ഊത്തിക്കുക, മൗജൂദി സിദ്ദി, അയാൾ നല്ല സത്യം പറഞ്ഞ ആളായതോടു കൂടെ തന്നെ, ദിയാനത്തി നല്ല ദീനീ ബോധമുള്ള ആളുകൾ തന്നെ, 5 വക്ത് നിസ്കരിച്ച് ദിക്റൊക്കെ ചൊല്ലി ഖുർആനൊക്കെ ഓതി നടക്കുന്ന നല്ല മനുഷ്യനാണ്. അതോടുകൂടെ തന്നെ ഒരു കള്ളുകൂടിയോ പെണ്ണുകൂടിയോ ഒന്നുമില്ല, നല്ല ദീനീ ബോധമുള്ള ആളാണ്. അതോടുകൂടെ തന്നെ സത്യമേ പറയുള്ളൂ. അങ്ങനത്തെ ആളായതോട് കൂടെ തന്നെ തദ്രീസ് സൂലിഫ്ല് ഇഖ്തിലാത്ത് പോലത്തെ വാത്തുകൂടെ വന്ന ലൊഴുഫാണ് എങ്കിൽ യഞ്ചബിറുബി തഅദ്ദുദി തുർക്കി, അത് തഅദ്ദുദ് തുർക്ക് കൊണ്ട് എന്താവും, പരിഹാരം സിദ്ധിച്ചതാവും. പിന്നെ വൈങ്കാന, ഇനി ആ ദൗർബല്യമാണെങ്കിൽ മിയത് ഇത്തിഹാമിൽ ഗിദിബി അവി ഷുദൂദി അവിൽ ഫുഷീൻ, അല്ലേ, ഫുഷ് കൊണ്ടോ അതല്ലെങ്കിൽ ഷാദാല് കൊണ്ടോ ഇത്തിഹാമുൽ ഗദിബ് കൊണ്ടോ ൻ്റെ ഭാഗത്ത് കൂടിയാണ് ദൗർബല്യം വന്നതെങ്കിൽ തുർക്കി, കൊണ്ട് എന്താവില്ല, അത് പരിഹാരം സിദ്ധിച്ചതാവൂല. വൽ ഹദീസു, ചില ഹദീസുകളൊക്കെ മഹ്കൂമുൻ അലൈഹി ബിൽ ദുഅഫി, ലൈഫാണെന്നുകൊണ്ട് അതിന് വിധിക്കപ്പെടാനും പറ്റും. അതോടുകൂടെ തന്നെ മഅമൂലും ബിഹി ഫളായിലുൽ അഅമാലി, ഫളായിലുൽ അഅമാലിൽ അതുകൊണ്ട് അമൽ ചെയ്യപ്പെടാനും പറ്റും. ചില ഹദീസ് അങ്ങനെ ഉണ്ട്, എന്ത് പറ്റും, ലൈഫാണെന്ന് വിധിക്കുകയും ചെയ്യും, അതോടുകൂടി അമലിൻ്റെ ബദൽ വരാൻ പറ്റും ചെയ്യും.
വയലാമിത്തിരി ഹാദായംബകിയ യുഹ്മല, ഇത്തരം കാര്യത്തിന് മേൽ ചുമത്തപ്പെടൽ അത്യാവശ്യമാണ്. മാക്കീല, പറയപ്പെട്ട അഭിപ്രായത്തിന് എന്താ പറഞ്ഞത്? ഇന്ന ലുഹൂഖൽ ലൈഫി ബിൽ ലൈഫി, ദുർബലൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ ലൈഫി ഇത് കൂവത്തൻ ഊക്കിനെ വൈദിപ്പിക്കൂലല്ലോ എന്ന് പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞിടത്തേക്ക് വെക്കണം. എവിടേക്ക്? അല്ല, ഇല്ല, അങ്ങനെ വെച്ചിട്ടില്ലേ ശരിയാവൂല. ഫഹാദൽ കൗലുല്ലാഹിറുൽ വസാദി, എന്താ അറിയോ? കസറത്ത് തുറുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായി മാറും? ഹസനിക്ക് എത്തും. അപ്പോൾ പിന്നെ ചില ആൾക്കാർ പറഞ്ഞു ലൈഫ് കൂടിയിട്ട് എന്ത് കാര്യമാണ് എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം അത് പിന്നെ ശുദൂദ് കൊണ്ടോ ഫുഷ് കൊണ്ടോ ഇത്തിഹാമിൽ ഗതിബ് കൊണ്ടോ ഒക്കെ ഉണ്ടായതായ ദൗർബല്യമാണെങ്കിൽ അവർക്കാണ് പറഞ്ഞത് എന്ന് വെക്കണം. അതല്ലാതെ സത്യസന്ധനയും ദിയാനത്തൊക്കെ ഉള്ളത് അതായിരിക്കുന്ന ആളിൽ നിന്നാണ് ഉണ്ടായത് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ആ ലൈഫ് കൂടിയ പരിഹാരം സിദ്ധിക്കുക എന്ന് പറയാൻ പറ്റൂല. പിന്നെ ഫതദബ്ബർ, ചിന്തിച്ചു.